Hi students, today we are going to take a topic on m-commerce and e-payment, which is the last portion of the chapter e-marketing and e-commerce. With this session, this chapter will be completed. Let us begin the topic. Here we can see the meaning and definition of m-commerce. M represents mobile. The popularity of mobile phones has spread through all walks of life. This is an era of mobile revolution. This has resulted in the growth of m-commerce. നമുക്ക് എല്ലാവർക്കും അറിയാം മൊബൈൽ ഫോണിൻ്റെ വ്യാപനം. മൊബൈൽ ഫോൺ വന്നതോടുകൂടി നമ്മുടെ എല്ലാ ട്രാൻസാക്ഷനും ഒട്ടുമിക്ക ട്രാൻസാക്ഷനും നമ്മൾ മൊബൈൽ ഫോണുകളിലൂടെയാണ് നടത്തുന്നത്. So m-commerce simply refers to buying and selling goods or services through mobile phones. One of the definition provided by De Lacher, that is, m-commerce refers to any transaction with monetary value that is conducted through a mobile telecommunication network. Then let us see what are the advantages of m-commerce. First one, wider reach. Nowadays, most people use cell phones. Thus, m-commerce provides a wider reach. നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് മൊബൈൽ ഫോണുകൾ. അതുകൊണ്ട് അതിന് വ്യാപകമായ ഒരു പരിധി തന്നെ ഉണ്ട്. നെക്സ്റ്റ് വൺ, ലോവർ കോസ്റ്റ്. ദറ്റ് ഈസ് ട്രാൻസാക്ഷൻ കോസ്റ്റ്, ഓർഡർ പ്രോസസ്സിംഗ് കോസ്റ്റ്, ഇതൊക്കെ വളരെ കുറവാണ്. മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി കൺവീനിയൻറ്റ്. അതായത് വിത്ത് ജസ്റ്റ് എ ഫ്യൂ ക്ലിക്സ് ഓൺ മൊബൈൽ ഡിവൈസസ് വി ക്യാൻ ഡു ഷോപ്പിംഗ്, ബാങ്കിങ് എക്സെട്ര. അതായത് ബാങ്കിങ് ചെയ്യാനും ഷോപ്പിംഗ് ചെയ്യാനും ഒക്കെ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്താൽ മതി. സോ ഇറ്റ് ഈസ് എ കൺവീനിയൻറ്റ് ഡിവൈസ്. നെക്സ്റ്റ്, ആക്സസിബിലിറ്റി. അതായത് ഏത് സ്ഥലത്തും ഏത് സമയത്തും ആക്സസിബിളായ ഒരു ഡിവൈസാണ് m-commerce. നെക്സ്റ്റ് വൺ, ഈസി കണക്ടിവിറ്റി. വളരെ എളുപ്പം, അതായത് നെറ്റ്വർക്ക് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പം കണക്ട് ചെയ്യാനും അതുപോലെ ട്രാൻസാക്ഷൻ നടത്താനും ഈ ഡിവൈസിലൂടെ കഴിയുന്നു. ദെൻ പേഴ്സണലൈസേഷൻ. ഇൻ m-commerce, ഇൻഫർമേഷൻ ഈസ് കസ്റ്റമൈസ്ഡ് ഇൻ നേച്ചർ. ഇറ്റ് മീൻസ് യൂസേഴ്സ് പ്രിഫറൻസസ്. അതായത് കസ്റ്റമേഴ്സിൻ്റെ പ്രിഫറൻസിനെ മീറ്റ് ചെയ്യുന്ന ഒന്നാണ് m-commerce. ദെൻ ടൈം എഫിഷ്യൻറ്റ്. Doing m-commerce transactions do not require the users to plug anything like personal computer or laptop. ലാപ്ടോപ്പ് പോലെ ലോഡ് ചെയ്യേണ്ട സമയം വരുന്നില്ല. അതുപോലെ തന്നെ പേഴ്സണൽ കമ്പ്യൂട്ടർ ആണെങ്കിൽ അത് പ്ലഗ് ചെയ്യണം. ഇതിൻ്റെയൊന്നും ആവശ്യം m-commerce അല്ലെങ്കിൽ മൊബൈൽ കോമേഴ്സിൽ ഇല്ലാത്തത് കൊണ്ട് ഇത് വളരെയധികം യൂസ്ഫുൾ ആണ്. These are the various advantages of m-commerce. I repeat once more. First one, wider reach. Second one, lower cost. Third one, convenience. Fourth one, accessibility, easy connectivity, personalization, and time efficient. Next, what are the disadvantages of m-commerce? First one, low acceptance rate. Low acceptance rate of new devices, application, and technology among people is a serious drawback. അതായത് പുതിയ ഡിവൈസുകളുടെ ആക്സെപ്റ്റൻസ് റേറ്റ് ഇതിന് വളരെ കുറവാണ്. അതുപോലെ തന്നെ ലിമിറ്റഡ് കേപ്പബിലിറ്റീസ്. ഇത് വളരെ കുറഞ്ഞ കേപ്പബിലിറ്റി ഉള്ള മറ്റ് ഡിവൈസുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ കേപ്പബിലിറ്റി വളരെ കുറവാണ്. ഹെട്രോജീനിറ്റി. അതായത് മൊബൈൽ ഡിവൈസുകൾക്കൊക്കെ ഹെട്രോജീനിറ്റി ഉണ്ട്. അതായത് വ്യത്യസ്ത തരത്തിലുള്ളതാണ്. അതുകൊണ്ട് വ്യത്യസ്ത ഡാറ്റകളായിരിക്കും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം വ്യത്യസ്തത ഉള്ളതാണ്. അതുകൊണ്ട് ഇതൊരു ചാലഞ്ചാണ് യൂണിഫോം എൻഡ് യൂസർ പ്ലാറ്റ്ഫോമിന്. നെക്സ്റ്റ് വൺ, തെഫ്റ്റ് ഓർ ഡിസ്ട്രക്ഷൻ. മൊബൈൽ ഡിവൈസസ് ആർ മോർ പ്രോൺ ടു തെഫ്റ്റ് ആൻഡ് ഡിസ്ട്രക്ഷൻ. എപ്പോഴും മോഷ്ടിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു ഡിവൈസാണ് മൊബൈൽ ഫോണുകൾ. ലോ കസ്റ്റമർ റിറ്റൻഷൻ റേറ്റ്. അതായത് കസ്റ്റമേഴ്സിനെ നിലനിർത്തുന്ന ഇത് വളരെ കുറവാണ് മൊബൈൽ ഡിവൈസുകൾ. അതായത് കുറേ കാലം, അതായത് ആരംഭത്തിലുള്ള നമ്പർ ഉണ്ടാവുന്നില്ല. അങ്ങനെ കസ്റ്റമേഴ്സിനെ നിലനിർത്താൻ കഴിയാത്ത ഒരു ഡിവൈസാണ് m-commerce. Then other issues, that is lack of supporting infrastructure, security, privacy issues, etc. But these are the various disadvantages of m-commerce.
First one, low acceptance. Second one, limited capabilities, heterogeneity, theft or destruction, low customer retention rate, and other issues. Next, we have to know what is e-payment system. When we buy products from a business on internet, we have to make payment. In this case, we cannot make payment by means of cash or check. We use various cards or any other tools. So what is meant by e-payment? E represents electronic payment, making payment through electronic media by using credit or debit cards for the products bought electronically. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സിസ്റ്റമാണ് ക്രെഡിറ്റ് കാർഡുകൾ, ഡെബിറ്റ് കാർഡുകൾ. നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസസുകളാണ് അല്ലെങ്കിൽ ടൂൾസാണ് ഈ ക്രെഡിറ്റ് കാർഡും അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡും. So e-payment systems are widely used in air ticketing, insurance, banking, online markets, etc. Here we have to know what are the different types of e-payment system. E-cash, smart card, debit card, e-check, credit card, EFT, and electronic purse. That is, we have to know detail about e-cash. It is an internet-based system that allows funds to be transferred anonymously. It is used mostly for making or receiving payments between buyer and seller. Transaction തന്നെയാണ് ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നത്. E-cash is represented by online form and offline form. രണ്ട് തരത്തിലും ഉപയോഗിക്കാവുന്ന ഒരു സിസ്റ്റമാണ് e-cash system. A seller can accept any currency and convert it to local currency when the cyber cash is uploaded to the bank account. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇപ്പോൾ ഏത് കറൻസിയിൽ നമുക്ക് കിട്ടിയാലും അതിനെ കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് e-cash system. അപ്പോൾ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് e-cash. It is an internet based system that allows funds to be transferred anonymously. It is used mostly for making or receiving payments between buyer and seller. E-cash is represented by online form and offline form. A seller can accept any currency and convert it into local currency when the cyber cash is uploaded to the bank account. Next, what is e-checks? According to Investopedia, electronic check is a form of payment made via the internet that is designed to perform the same function as a conventional paper check. നമുക്ക് മുമ്പ് ചെക്കൊക്കെ എഴുതി കൊടുത്ത് നമ്മൾ ബാങ്കിൽ നിന്ന് കാശ് എടുക്കുന്ന പോലെ അതേ ഫംഗ്ഷൻ തന്നെയാണ് ഇലക്ട്രോണിക് ചെക്കിലൂടെ അല്ലെങ്കിൽ പേപ്പർ ചെക്ക് എന്താണോ അതിൽ എന്ത് ഫംഗ്ഷനാണോ അതേ ഫംഗ്ഷൻ തന്നെ പെർഫോം ചെയ്യുന്ന ഒന്നാണ് ഈ ചെക്കുകൾ. ഇലക്ട്രോണിക് ചെക്ക് offer protective measures such as authentication and digital signatures to safeguard digital transaction. അതായത് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിജിറ്റൽ ട്രാൻസാക്ഷനെ സേഫ് ഗാർഡ് ചെയ്യാൻ, അതായത് ഡിജിറ്റൽ സിഗ്നേച്ചർ അതുപോലെ തന്നെ ഒതൻറ്റിക്കേഷനൊക്കെ ഉള്ള അങ്ങനെയുള്ള പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് കൊടുക്കുന്ന ഒന്നാണ് ഇലക്ട്രോണിക് ചെക്ക്. What is meant by smart card? It was first produced by Motorola in 1977. This card is like the size of a credit card with a microchip fixed. നിങ്ങളെല്ലാവരും യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള ഒന്നായിരിക്കും സ്മാർട്ട് കാർഡുകൾ. ദിസ് മൈക്രോചിപ്പ് ക്യാൻ ബി ലോഡഡ് വിത്ത് ഡാറ്റ യൂസ്ഡ് ഫോർ ടെലിഫോൺ കോളിംഗ്, ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെൻറ്റ്സ് ആൻഡ് അതർ ആപ്ലിക്കേഷൻസ്. ഇതൊക്കെ നമ്മൾ ഇതിൽ ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് സ്മാർട്ട് കാർഡുകളിൽ ഇതെല്ലാം നമുക്ക് ലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. ദ ചിപ്സ് എബിലിറ്റി ടു സ്റ്റോർ ഇൻഫർമേഷൻ ഇൻ ഇറ്റ്സ് മെമ്മറി മേക്സ് ദ കാർഡ് സ്മാർട്ട്. അതുകൊണ്ടാണ് അതിനെ സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത്. നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ചിപ്പാണ് ഇതിൽ ഈ സ്മാർട്ട് കാർഡിലുള്ളത്. അതുകൊണ്ട് അതിനെ സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നു. നെക്സ്റ്റ് വൺ, ക്രെഡിറ്റ് കാർഡ്സ്. ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം റെക്ടാങ്കുലർ പ്ലാസ്റ്റിക് കാർഡാണ്. ആരാണ് ഇഷ്യൂ ചെയ്യുക? ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്തിനു വേണ്ടിയാണ് ഇഷ്യൂ ചെയ്യുക? ബോറോ ഫണ്ട്സ് ഫ്രം പ്രീ അപ്രൂവ്ഡ് ലിമിറ്റ് ടു പേ ഫോർ യുവർ പർച്ചേസസ്. നമുക്കിപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കാശില്ലെങ്കിലും അതിൻ്റെ
പ്രൈസ് ആരാണോ കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് ആ ഇഷ്യൂ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ഇതാണ് ക്രെഡിറ്റ് കാർഡിലൂടെ നടക്കുന്നത്. അതായത് ഒരു ലിമിറ്റ് വരെ മാത്രമേ നമുക്കത് ലഭിക്കുന്നുള്ളൂ. ലിമിറ്റ് വരെ ബോറോ ചെയ്യാനേ നമുക്ക് കഴിയുള്ളൂ. ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ ഒരു ബോറോയിങ് സിസ്റ്റമാണ്. So credit card is a thin rectangular plastic card issued by financial institution which lets you borrow funds from a pre-approved limit to pay for your purchases. It is a card which allows people to buy items without cash. Already പറഞ്ഞു, ക്യാഷ് ഇല്ലാതെ തന്നെ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാം. The issuer of the card then transfers the money to the seller. സെല്ലർക്ക് അതിൻ്റെ വില കൊടുക്കുന്നത് ആരാണോ കാർഡ് ഇഷ്യൂ ചെയ്തെങ്കിൽ ആ ഇഷ്യൂ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പം ദിസ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് system of e-payment. Smart card, credit card, debit card. Debit cards are issued by banks to their customers who have maintained an account in the bank to their customers with a sufficient credit balance. നിങ്ങൾക്ക് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒന്നാണ് ഡെബിറ്റ് കാർഡുകൾ. അത് ബാങ്കിൽ ആൾക്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം, കൂടാതെ അതിൽ സഫീഷ്യൻറ്റ് ക്രെഡിറ്റ് ബാലൻസും ഉള്ളതിനാണ് ബാങ്കുകൾ ഡെബിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നു. ഈ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് നടത്താം. ദെൻ EFT. ദിസ് ഈസ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ദാറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ ട്രാൻസ്ഫർ ഓഫ് മണി ഓർ ദ പ്രോസസ്സിംഗ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ ടു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദ സെയിം ഡേ ഓർ ഓവർനൈറ്റ്. രണ്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിൽ മണി ട്രാൻസ്ഫർ ഫെസിലിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റമാണ് EFT, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം. അതായത് ഒരു ദിവസത്തിനോ അല്ലെങ്കിൽ ഓവർനൈറ്റിലോ ഈ ട്രാൻസാക്ഷൻ നടക്കും. ദെൻ ഇലക്ട്രോണിക് പേഴ്സ്. ഇറ്റ് ഈസ് എ മൾട്ടി പർപ്പസ് പ്രീപെയ്ഡ് കാർഡ് ഇൻ ദ സൈസ് ഓഫ് എ ക്രെഡിറ്റ് കാർഡ്. അതായത് ക്രെഡിറ്റ് കാർഡിൻ്റെ അതേ സൈസിലുള്ള ഒരു പ്രീപെയ്ഡ് കാർഡാണ് ഇലക്ട്രോണിക് പേഴ്സ്. ഇറ്റ് ഈസ് എ പ്ലാസ്റ്റിക് കാർഡ് വിത്ത് എ സ്മോൾ എമൗണ്ട് ഓഫ് മണി സ്റ്റോർഡ് ഇലക്ട്രോണിക്കലി ഓൺ ഇറ്റ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ക്യാഷ് ടു പേ ഫോർ തിങ്സ്. അതായത് നമ്മൾ ക്യാഷിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാർഡാണ്, പ്ലാസ്റ്റിക് കാർഡാണ് ഇലക്ട്രോണിക് പേഴ്സ്. സോ ദിസ് ഈസ് ദ ഈസിയസ്റ്റ് വേ ഓഫ് e-payment system. These are the various e-payment system: e-cash, smart card, debit card, EFT, electronic check, electronic purse, etc. These are electronic purse. These are the various types of e-payment system. We have already discussed about internet marketing, e-commerce, etc. in our previous sessions. So we have to know what are the problems faced by these internet transactions. First one, spoofing. It is a technique used to gain unauthorized access to computers. It is a major e-commerce security issue. അതായത് ഒരു തേർഡ് പാർട്ടി യൂസർ എന്ന, അതായത് അതിൻ്റെ യഥാർത്ഥത്തിലെ യൂസറാണെന്ന് ഭാവിച്ച് ആ സിസ്റ്റത്തിലെ എല്ലാ ഇൻഫർമേഷൻസും കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മെത്തേഡാണ് സ്പൂഫിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓഫീസുകളിലൊക്കെയാണ് അത് കൂടുതലായിട്ട് നടക്കുക. അതായത് മറ്റൊരാളുടെ സിസ്റ്റത്തിൽ കയറിയിട്ട് അവർ തന്നെയാണ് എന്ന് നടിച്ച് അതിൻ്റെ ഇൻഫർമേഷൻസൊക്കെ കളക്ട് ചെയ്യുക. നെക്സ്റ്റ് വൺ, സ്നിഫിംഗ് ദ നെറ്റ്വർക്ക്. ഇറ്റ് ഈസ് കൺസിഡർഡ് അനദർ മേജർ സെക്യൂരിറ്റി ഇഷ്യൂ. The sniffers continuously monitor data flowing over computer network links. അതായത് നമ്മളിപ്പോൾ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണ് എങ്കിൽ ഒരു ഹിഡൻ ആപ്പ് അവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. അത് വെച്ച് നമ്മുടെ ഡാറ്റകളൊക്കെ അവർ മോണിറ്റർ ചെയ്യുക. നമ്മുടെ നെറ്റ്വർക്ക് ലിങ്കുകളിലൂടെ അവർ കിട്ടാവുന്ന ഡാറ്റകളൊക്കെ, അതായത് എസ്പെഷ്യലി സെൻസിറ്റീവ് ഡാറ്റ, വളരെ പ്രധാനപ്പെട്ട ഡാറ്റകളൊക്കെ അവർ കളക്ട് ചെയ്യുക. ഇതാണ് സ്നിഫിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഗസ്സിംഗ് പാസ്വേഡ്സ്. അനദർ ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ. ദാറ്റ് ഈസ് പാസ്വേഡ്സ് മീൻസ് ട്രൈങ് ടു ഗസ് ദ യൂസേഴ്സ് പാസ്വേഡ്. അതായത് നമ്മുടെ ആരാണോ യൂസർ എങ്കിൽ ആ യൂസറിൻ്റെ പാസ്വേഡ് ഗസ് ചെയ്തിട്ട് അവരുടെ ഇൻഫർമേഷൻസൊക്കെ കളക്ട് ചെയ്യുക.
Next one, data alteration. It happens when someone makes unauthorized modifications to code or data, attacking its validity. പലതരത്തിലുള്ള പല ഫോമുകളൊക്കെ ഉപയോഗിച്ച് അവരുടെ ഡാറ്റകളെ ആൾട്ടർ ചെയ്ത് എടുക്കുക. നെക്സ്റ്റ് വൺ, ഫിഷിംഗ്. ഇറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു അക്വയർ സെൻസിറ്റീവ് ഇൻഫർമേഷൻ സച്ച് ആസ് യൂസർ നെയിം, പാസ്വേഡ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഫ്രം എ പേഴ്സൺസ് അക്കൗണ്ട്. അതായത് ഒരു പേഴ്സൺസ് അക്കൗണ്ടിൽ നിന്നും അവരുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, അതുപോലെ പാസ്വേഡ്, യൂസർ ID, ഇതൊക്കെ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസൊക്കെ അക്വയർ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഫിഷിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനു വേണ്ടി അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ പല മെസ്സേജുകളൊക്കെ ഫോർവേഡ് ചെയ്യാം. ആ മെസ്സേജിൽ മെസ്സേജ് ആരെ കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ ആ യൂസേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന തരത്തിലായിരിക്കും. അങ്ങനെ ആ യൂസറിൻ്റെ എല്ലാ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന ഒന്നാണ് ഫിഷിംഗ്. ദെൻ ഡാറ്റ തെഫ്റ്റ്, അതായത് ഡാറ്റകളൊക്കെ മോഷ്ടിക്കുക, അതും മറ്റൊരു ഇഷ്യൂ ആണ്. ദെൻ വൈറസ് അറ്റാക്ക്, നമുക്ക് എപ്പോഴും കോമൺ ആയിട്ട് കേൾക്കുന്നതാണ് വൈറസ് അറ്റാക്ക്. അതായത് ദിസ് മീൻസ് an individual will attack or corrupt the data in the electronic system either as vandalism or to extort money from the sponsoring financial institutions. Next one, illegal transactions. This means an individual will take advantage of the convenience and speed of the electronic system to mask illegitimate or illegal transactions. അതിനെ വിളിക്കുന്നതാണ് മണി ലോണ്ടറിങ്. അതായത് എന്താ പറയുക, ബ്ലാക്ക് മണിയെ വെളുപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് മണി ലോണ്ടറിങ് എന്നത് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഇല്ലീഗൽ ട്രാൻസാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, illegal transactions. So these are the various security problems in internet. Then what are the security tools used to protect the internet from the security issues? First one, antivirus. This is the method of blocking the virus entering the computer. നമുക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു, വൈറസ് അറ്റാക്ക് ഈസ് വൺ ഓഫ് ദി പ്രോബ്ലം ഫേസ്ഡ് ബൈ ഇൻ്റർനെറ്റ് ട്രാൻസാക്ഷൻസ്. സോ ആൻറ്റിവൈറസ് ഈസ് വൺ ഓഫ് ദ security tool to protect the internet. Firewalls. This is a filtering mechanism which helps in blocking the incoming information to a computer. It prevents the entry of unwanted data and other harmful information to the computer. Harmful information ഒക്കെ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു മെക്കാനിസമാണ് ഫയർവാൾ. ബാക്കപ്സ്, one of the important security tool used to protect the internet. In order to protect the data in the system, we take backups of all critical files on the web server by using hardware and software. Then encryption is another important security tool. This is the method of translating information to a coded form. The secret key encryption is difficult to understand by everybody. ആർക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കോഡഡ് ഫോമിലേക്ക് ഇൻഫർമേഷനെയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എൻക്രിപ്ഷൻ. ദെൻ പാസ്വേഡ്സ്. ദിസ് ഈസ് എ സീക്രട്ട് കോഡ് ഹെൽപ്സ് ടു പ്രൊട്ടക്ട് ദ മെസ്സേജസ് ഓർ ഇൻഫർമേഷൻ ഇൻ ഇൻ്റർനെറ്റ്. ഇൻഫർമേഷൻസിനെ അതുപോലെ മെസ്സേജസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സീക്രട്ട് കോഡാണ് പാസ്വേഡ് എന്ന് പറയുന്നത്. അത് വെച്ച് അല്ലെങ്കിൽ വി ക്യാൻ യൂസ് പാസ്വേഡ്സ് ടു ലോക്ക് ദ കമ്പ്യൂട്ടറിനെ നമുക്ക് ലോക്ക് ചെയ്യാം, ഇമെയിൽ ലോക്ക് ചെയ്യാം, ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിനെ ലോക്ക് ചെയ്യാം ഈ സീക്രട്ട് പാസ്വേഡ് വെച്ചിട്ട്. ദെൻ ഡിജിറ്റൽ സിഗ്നേച്ചർ. ദിസ് ഈസ് an electronic signature that helps to identify a person. These are the various internet security tools used to protect our system. Antivirus, firewalls, backups, encryption, passwords, digital signature. These are the questions to be asked for university examination.
With this session, this chapter is completed. E-marketing and e-commerce. I have given 3 presentations from this chapter. First session e-marketing, second session e-commerce, and third session m-commerce. I hope you will watch these presentations and study well. If you have any doubt, please call me. Thank you.